മുരിയാടിന്റെ ഒരു അറ്റുണ്ട്, അത് കോന്തിപുലം ഏരിയ. അവിടെ ഒരു കാലത്ത് കളിമണ്ണ് കളിമണ്ണിന് വേണ്ടി മണ്ണെടുക്കുകയും അങ്ങനെ കുഴിയായിട്ട് ഇനി ഒരു കാലത്തും കൃഷി ചെയ്യാൻ പറ്റാത്ത കുറെ സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്ന് പറയുന്നത് 324 ദിവസവും വെള്ളം കെട്ടി കിടക്കുന്നു. അങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ വന്നതുകൊണ്ട് ഡക്സ് വിഭാഗത്തിലുള്ള കുറെ പക്ഷികളുണ്ട്, ഈ വെള്ളത്തിൽ വരുന്ന കുറെ പക്ഷികളുണ്ട്. അവർക്ക് വളരെ ഉപയോഗമാണ്. അങ്ങനെ വെള്ളം 24 മണിക്കൂർ വെള്ളം കെട്ടിക്കിടക്കുന്ന, ഒരു വർഷം മുഴുവൻ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള പക്ഷികൾ ധാരാളം വരുന്നുണ്ട്. പിന്നെ അവർക്ക് ഡിസ്റ്റർബിൾ, അങ്ങനെ കൃഷി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആൾക്കാർ വരുന്നില്ല, പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ പക്ഷികൾ അതുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഈ മൈഗ്രേറ്റഡ് ആയിട്ടുള്ള പക്ഷികൾ വരുന്നത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിറക്കുന്ന സമയത്താണ്. വിത്തിറക്കുന്ന സമയത്ത് വെള്ളം വെച്ചിട്ട് ഉഴുന്ന സമയത്ത് ഞവണിക്ക, ചെറിയ ഞണ്ടുകള്, മീൻ, അങ്ങനെ കുറെ ഇത് തിന്നാൻ വേണ്ടി ഈ സമയം കറക്റ്റ് അവർക്ക് അറേഞ്ച് ചെയ്യുന്ന സമയത്താണ് ധാരാളം പക്ഷികൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്ന ആ ടൈമിലേക്കാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. വെള്ളം വറ്റിക്കുന്ന കൃഷി വിത്തിറക്കുന്ന സമയം, അതൊരു ഡിസംബർ ജനുവരി സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റാവുന്ന പക്ഷികൾ. പിന്നെ വനത്തിൽ കാണുന്ന പല പക്ഷികളും അപൂർവമായിട്ട് ഞണ്ടുകളിൽ ഞാൻ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് പിന്നെ പിന്നെ നാട്ടുവേലി തത്തുകൾ 3 തരം പക്ഷികൾ കണ്ടിട്ടുണ്ട്. കിങ്ഫിഷർ 4 തരം കിങ്ഫിഷർ ഉണ്ട്. സാൻഡ് പൈപ്പർ, പ്ലോവറൊക്കെ ഒരു 5 തരം പ്ലോവറും സാൻഡ് പൈപ്പറും 4-5 തരത്തിലുള്ള പ്ലോവറും ഐഡന്റിഫൈ ചെയ്ത പക്ഷികൾ കണ്ടിട്ടുണ്ട്. പീഡ്, കുക്കു, ഗോൾവെയിറ്റ് എന്നൊരു പ്രധാനപ്പെട്ട പക്ഷിയാണ്. ആ പക്ഷി കൊമല സെന്ററിൽ നിന്നുള്ള പാടങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റിൽട്ട്, അങ്ങനെ ധാരാളം പക്ഷികളുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിലുള്ള കാണാവുന്ന പക്ഷികൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഈ മുരിയാട് കുളമകളിലൊരു കൊറ്റില്ലുണ്ട്, ഒരു ചെറിയൊരു ഐലൻഡാണ്. അത് രാത്രി അവിടെ ഒരു 10,000-കണക്കിന് കൊറ്റികൾ അവിടെ തമ്പടിക്കുന്ന ഒരു കാഴ്ച ഉണ്ട്. അത് ഈ സീസണിൽ മാത്രമേ ഉള്ളൂ. ഈ ഫെബ്രുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാണുന്നില്ല. കാരണം ഈ പക്ഷികളെ ഇതൊക്കെ തിന്നാൻ വേണ്ടിയാണ് ഇത് വരുന്നത്. അപ്പൊ ഈ രാത്രി ആകുമ്പോൾ ഒരു 6 മണിയാകുമ്പോൾ ഈ കൊറ്റില്ലങ്ങളിൽ ഇത് ചേക്കേറുകയും വെളുപ്പിന് 6 മണിയാകുമ്പോൾ ഇവരവിടെ നിന്ന് പറന്ന് ഇവരെ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്ന ഒരു കാഴ്ച കാണാറുണ്ട്. ഒരു വലിയ സംഭവമാണ് ഇത്രമാത്രം. പിന്നെ അവിടെ ആരും ഉപദ്രവിക്കുന്നില്ല എന്നാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇപ്പൊ ജൈവ സംബന്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കീടനാശിനി ഉപയോഗിച്ചിട്ട് കൃഷി നാശനഷ്ടത്തിലേക്കും പരിസ്ഥിതി പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.